ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു പെരവാണിയം എന്നൊക്കെ പറയും. അതായത് പൂരങ്ങൾ തുടങ്ങുമ്പം ആക്ച്വലി ഈ സാധാരണക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്നൊരു സ്ഥലം. അപ്പം നമ്മൾ ജസ്റ്റ് ഇതേ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. അവിടെ കുറേ സാധനങ്ങൾ ഉണ്ടാകും, പിള്ളേരെ കളിപ്പാട്ടങ്ങൾ, ചട്ടി പാത്രങ്ങൾ സാധനങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിടെ വിൽക്കുന്നുണ്ടാവും. അപ്പം നമ്മളിതേ കാറിൽ കയറാൻ വേണ്ടി പോകണം. അപ്പോൾ ഷാന എമീനെ എടുത്തിട്ടുണ്ട്. അവൾ നല്ല റെഡി ആയി സെറ്റായിട്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ കാറിലാണ് പോകുന്നത്. ഇതാണ് എൻ്റെ കയ്യിലാണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാൾ ഫ്രണ്ടിലും ഒരാൾ ബാക്കിലും അങ്ങനെ രീതിയിൽ. അപ്പം പിന്നെ തല്ലുണ്ടാവില്ലല്ലോ, രണ്ടുപേർക്കും എൻ്റെ അടുത്തിരിക്കണം എന്നുള്ള ഒരു വാശിയിലാണ് ഇപ്പം. അപ്പം ഇസ്ദാനോട് ഇരിക്കേണ്ടത് അവന് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം കേട്ടോ. അവന് ഒരാൾ പിടിക്കാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ ഹായ് പറയാം. പിന്നെ അവന് ഹായ് ഒന്നും പറയണില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അവന് എണീച്ച് നിൽക്കുകയാണ് കാണുന്നത് ഗായ്സ്. അവൻ ഒറ്റയ്ക്ക് നിൽക്കണം. അപ്പോൾ പോകുമ്പോൾ ഇനി വല്ല ബ്രേക്ക് എങ്ങാനും പിടിച്ച് അവൻ നിലത്ത് കിടക്കുമെന്ന് വിചാരിച്ചിട്ട് അവനെ പിടിക്കാനും അവന് സമ്മതിക്കണില്ല, ഒന്നിനും സമ്മതിക്കണില്ല കേട്ടോ. അപ്പം നിൽക്കുന്ന പോലെയാണ് ഈ കാണുന്നത്. കാഴ്ചകളും കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മളിവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്, അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഉണ്ട്. അതായത് പിള്ളേരെ കളിപ്പാട്ടും സാധനങ്ങളാണ് കൂടുതൽ. നമുക്ക് എന്തായാലും വാങ്ങാണ്ടിരിക്കാൻ പറ്റൂലല്ലോ, അവർ സമ്മതിക്കില്ല. അപ്പം പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കുറേ സാധനങ്ങളുണ്ട്. നമ്മുടെ വീട്ടു സാധനങ്ങളായാലും ഡ്രസ്സായാലും ഫുഡ് ഐറ്റംസ് ആയാലും. നമ്മൾ നേരെ ഇയറിങ്സിൻ്റെ സ്ഥലത്തേക്കാട്ടോ പോയത്. ഷാനാക്ക് ഇയറിങ്സ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കുറേ നേരം അതൊക്കെ നോക്കി അതിൻ്റെ കുറേ കളക്ഷൻസൊക്കെ നോക്കിയിട്ട് നിൽക്കുകയായിരുന്നു. കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പം ഇവിടെ മറ്റേ ഈ ഇതൊക്കെ ഊതുന്ന സംഭവമൊക്കെ കണ്ടു. പിന്നെ ഇതിൻ്റെ ബാക്കിലും ഉണ്ട് കേട്ടോ, ഇഷ്ടംമാതിരി സ്ഥലം ബാക്കിലും കിടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്ലവറും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി. ഫ്ലവർ എന്തായാലും നമ്മൾ മേടിക്കുന്നില്ല, മേടിച്ചാൽ പിന്നെ അത് വളർത്താനും ഭയങ്കര പാടായിരിക്കുമല്ലോ. അപ്പം പിന്നെ നമ്മളത് മേടിച്ചില്ല. പിന്നെ നമ്മളൊരു ഷേക്കൊക്കെ കുടിച്ച് അങ്ങനെ. അപ്പം എനിക്ക് വേണമെന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു, കാരണം അവൾക്ക് തണുപ്പായ പിന്നെ ഈ ജലദോഷം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം നമ്മൾ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ, സീ യു.